ക്രിഞ്ച് അങ്ങനെ തോന്നിട്ടുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. ബംഗ്ലാവ് ലോകം എന്ന സിനിമ തോന്നിയില്ലേ? ത്രീ ചാസോബീസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു കുറച്ച് ക്രിഞ്ചായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും. ഞാൻ പണ്ട് കുറെ ആൽബംസ് ചെയ്തിട്ടുണ്ട്. ഈ ആൽബംസ് ഇപ്പൊ കാണുമ്പോ ഈശ്വര ആൾക്കാർ സ്ഥിരം കുറ്റം പറച്ചിലാണ്. എല്ലാം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നു. അല്ല അടിക്ക് അടി, തമാശക്ക് തമാശ, വളരെ മോശമായിട്ടുള്ള സിനിമകൾ. കാസ്റ്റിംഗ് ഡയറക്ടർ ചേട്ടനല്ലേ? ശരിക്കും സാജൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇല്ല. സംഭവിച്ചെന്ന് വെച്ചാൽ ദിനേശ് ചേട്ടന് പൈസ കൊടുത്ത് വെറുതെ ആയി. ഇതിനകത്തില്ല. ഈ സിനിമയിൽ മേക്കപ്പ് മാൻ ഇല്ല. ഇത് അന്വേഷിക്കുന്നു ജീൻസ് ഇട്ടൊന്നും നടക്കാൻ ഒരു റിലീജിയസ് നല്ലൊരു ഫിലിം ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ വരുന്നുണ്ട്. ആഗ്രഹമുണ്ട് ഇങ്ങനെ സ്വന്തം വോയിസിൽ. ഉറപ്പായിട്ടുണ്ട്. സാറ് പറഞ്ഞു എന്റെ സൗണ്ട് വേണ്ട പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? സാറ് പറഞ്ഞു കുറച്ചുകൂടെ നല്ല സ്വീറ്റ് അത്രയ്ക്ക് ബോറാണെന്ന് സാറിന് പറയാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് ശരിക്കും ബൈബിളിലെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. അതിനെ ലാബറേറ്റ് ആക്കിയാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റി ക്രഷ് റോഡിൽ കൂടെ ആര് പോലും ക്രഷ് ആണെന്ന് തോന്നി. പ്രശ്നം കഴിച്ചല്ലോ. നമുക്ക് ഇഷ്ടം പോലെ പേരോട് തോന്നിയിട്ടുണ്ട് ആയ കാലത്ത് ഒക്കെ പറഞ്ഞ വീട്ടില് ഇതൊക്കെ നാളെ എന്റെ ഭാര്യ കാണും. ഞാൻ വേണ്ട ഷാരൂഖ് ഖാൻ. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. വെൽക്കം ടു മൂവി ഓൾ മീഡിയ. സോ ഡിവോഷണൽ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസാണ്. ആ ലിസ്റ്റിലായിട്ടൊരു പുതിയ സിനിമയും കൂടി വരാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് 3-ാം നമ്പരം എന്ന് പറയുന്ന സിനിമയിലെ ആൾക്കാരാണ്. സോ സച്ചിൻ ചേട്ടൻ, ധന്യ മാം ആൻഡ് ദിനേശ് ചേട്ടൻ, വെൽക്കം. താങ്ക് യു. സോ പ്രൊമോഷൻ രാവിലെ മുതൽ കാണുന്നതാണ്, പ്രൊമോഷനൊക്കെ പോയിട്ട്. പക്ഷെ സ്റ്റിൽ ഭയങ്കര എനർജിയാണ് നിങ്ങൾക്ക് 3 പേർക്കും. എന്താണ് അതിന്റെ ഒരു സിനിമയുടെ ഗുണമാണ്. ഓക്കെ, സിനിമയുടെ കാരണം ഒന്നാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമ, അതെ, ത്രൂ ആയിട്ടുള്ള ഒരു സിനിമ, മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമ, പിന്നെ അതിനകത്ത് പിതാവായിട്ട് അഭിനയിക്കുന്നു. അതിൽ കൂടുതൽ എനിക്ക് എനർജി വരാൻ വേണ്ടി വേറെ വല്ലതും വേണോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും തന്നെ ഇത് നല്ല കഥാപാത്രം. ഇവർ രണ്ടുപേരാണ് ഹീറോ ഹീറോയിൻ. ഞാൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരോഹിതന്റെ വേഷമാണ്. അത് മഹാപുരോഹിതനാണ്. പോസ്റ്ററിൽ തന്നെ കാണാം. അപ്പൊ അത്രയും നല്ലൊരു വേഷം നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി അതെല്ലാം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഫുള്ളി എനർജി ഉള്ളത്. തുടക്കം പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടർ റോൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രധാനമുള്ള കഥാപാത്രം സ്ക്രീനിൽ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ആർട്ടിസ്റ്റുകൾക്ക്. കാരണം എല്ലാവർക്കും സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ 3 പേരും കുറേ വർഷങ്ങളായി മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കോമൺ ഫാക്ടർ ആണ് നിങ്ങൾക്ക്. ധന്യ മാം ഓൾറെഡി സ്റ്റാർട്ടിംഗ് ഒക്കെ തമിഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്യാരക്ടർ ഒരു റോൾ കിട്ടും ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെ, ലൈക്ക് ആക്ടിങ് അതിൽ ചെയ്യുന്ന സമയത്ത് ഹൗ ഹാപ്പി? ചക്കപ്പഴം കിട്ടാത്തപ്പോ അതാണ് എന്റെ അവസ്ഥ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അത് ചെയ്യാനുള്ളൊരു ആവേശം. പിന്നെ അത് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു സിനിമ എനിക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം. അപ്പൊ അതെല്ലാം കൂടെയാണ് ഒരു ഭയങ്കര വൈബിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പൊ ഡിവോഷണൽ സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ 3-ാം നമ്പരം എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് അറിയാം ഈ സ്റ്റോറി. ബൈബിൾ വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ റിലീജിയൻ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഫലിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പണി കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് 3 പേർക്കും? ഉറപ്പായിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, ഇത് കഥ അറിയുന്നവർക്ക് ഈ കഥ കുറച്ചും കൂടെ ഡെപ്തിൽ അറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു പുറമേ മാത്രം 2 വരി പറഞ്ഞു പോയിട്ടുള്ള ഒരു വിഷയത്തിന് കുറച്ച് ആഴത്തിൽ പറയുന്ന ഒരു കഥയായിരിക്കും ഇത്. 2, ഇത് കഥ ഒന്നും അറിയില്ല, ബൈബിളും അറിയില്ല, ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഈ സിനിമ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു ഡിവോഷണൽ സിനിമ ആയിട്ടല്ല, ഇതല്ലാതെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും. അല്ല, വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഈ 3-ാം നൊമ്പരം എന്താണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ 3-ാം നൊമ്പരം എന്നുള്ള കാര്യമുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇവിടെ പറയുന്നില്ല. കാരണം അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. എന്തുകൊണ്ടാണ് ഇത് 3-ാം നൊമ്പരം ആയത് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട്
തിയേറ്ററിൽ തന്നെ മനസ്സിലാക്കിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഈ ക്യാരക്ടേഴ്സ് ഇതിന്റെ നമുക്കതിന്റെ ഒരു ആദ്യം ചോദിച്ചത് നമുക്കിത് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മളിലേക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് തരുന്നത്. കാരണം ഇപ്പം ലോകം മൊത്തമുള്ള ക്രിസ്ത്യൻസ് ആരാധിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ബഹുമാനിക്കുന്ന കഥാപാത്രങ്ങളാണ് ജോസഫും മേരിയും. ജീസസ് എന്ന് പറഞ്ഞ ദൈവപുത്രനാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവി ക്യാരക്ടേഴ്സാണ്, ഒരു സിനിമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും നമ്മൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പം ആദ്യം മനസ്സിലേക്ക് വന്നത് ആ ക്യാരക്ടർ നമുക്ക് കിട്ടി, നമ്മളെ വിളിച്ചു, എനിക്ക് ഫസ്റ്റ് ഇത് ചെയ്യാൻ പറ്റണം. കാരണം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും വൺസ് ഇൻ എ വേൾ കിട്ടുന്ന ഒരു ക്യാരക്ടർ മാത്രമാണിത്. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പം എങ്ങനെയായാലും ഈ പടം എന്തോ എൻ്റെ ഔട്ട് എങ്ങനെയോ ആയിക്കോട്ടെ, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നാണ് ഫസ്റ്റ് തോന്നിയത്. പിന്നെ രണ്ടാമതാണ് ചിന്തിച്ചത്, ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമതായി തോട്ടെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു, നമ്മളെ എങ്ങനെ ആളുകൾ ഇതിൽ നമ്മളെ അങ്ങനെ കാണാൻ അവർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അത് ചെയ്ത് ഔട്ട് വരുമ്പോഴത്തേനും അതിന് എന്തെങ്കിലും, കാരണം സെൻസിറ്റീവ് ആയിരിക്കും എപ്പോഴും ഡിവോഷണൽ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് സെൻസിറ്റീവായി മാറാം. പക്ഷെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അത് ഫസ്റ്റ് ഔട്ട് വന്നപ്പോഴാണ്, വളരെ ചെറിയൊരു പടമാണ് പക്ഷേ എങ്കിലും ബിബ്ലിക്കൽ സ്റ്റോറിക്ക് നമ്മൾ അതിനോട് വളരെ എന്താ പറയുക ഒരു നീതി പുലർത്തി മനോഹരമായിട്ട് ഇന്നത്തെ എല്ലാവർക്കും ഒരു ഫാമിലിക്ക് പോയിരുന്ന് കാണാവുന്ന രീതിയിൽ ഒരു ചെറിയ പടം ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ഈ 3-ാം നൊമ്പരത്തിൽ നമ്മൾ തുടങ്ങും സിനിമ. അവിടെ നിന്ന് പിതാവും രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന അവിടം തൊട്ടുള്ള കഥ വളരെ സ്ലോയിൽ, അതായത് കുറച്ച് സീൻസ് മാത്രം ഇട്ടിട്ട് അത് പറഞ്ഞു പോകും. അത് പറഞ്ഞു പോയിട്ട് ആ ഒരു ട്രാവലിലാണ് ശരിക്കും ഈ 3-ാം നൊമ്പരത്തിലോട്ട് എത്തുന്നത്. അത് 3-ാം നൊമ്പരത്തിലോട്ട് എത്തി ആ നൊമ്പരം മാറി വളരെ ഹാപ്പിനെസ്സിലാണ്, ഹാപ്പി ആയിട്ടാണ് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് ഒരു നിർത്തുന്ന ഒരു പടമായി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാറ് വർഷങ്ങളായിട്ട് ഡ്രാമകൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്നു. സാറ് ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്ത് അവർ ഓരോ ചർച്ചും അവിടെ ഉള്ള അസോസിയേഷനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഡ്രാമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂവി ചെയ്യാന്നുള്ളത്. അപ്പൊ സാർ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഇത് ശരിക്കും ബൈബിളിലെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്, അതിനെ ലാബറേറ്റ് ആക്കിയാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിക്കാത്ത തലങ്ങളിലൂടെ സാറ് കുറച്ച് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോസഫിനെ മേരിയെ കുറിച്ച് ഇത്രയും ഡീപ്പിൽ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ചർച്ചിലൊരു സ്പീച്ചിലൊന്നും പറഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷെ അവർ ആസ് എ പേരൻസ് അവരെങ്ങനെയാണ് ഓവർകം ചെയ്തത്, നമ്മൾ ഈ സ്റ്റോറി ജസ്റ്റ് വായിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ അത് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റോറി ഇതിൽ സാറ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഡയലോഗ്സിലൂടെ അല്ല, ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഈ കഥ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഇതിന്റെ പ്രൊഡ്യൂസർ ജിജി സാറാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വിശ്വാസികളിലേക്കും അല്ലെങ്കിൽ ഈ 3-ാം നൊമ്പരം എന്താണെന്ന് അറിയാത്തവരിലേക്കും എത്തണം എന്ന് ഉദ്ദേശിച്ച് പുള്ളി ചെയ്ത പടമാണ്. അല്ലാണ്ട് ഈ സിനിമ കൊണ്ട് എനിക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചെയ്ത സിനിമയല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു കമ്മിറ്റ് ചെയ്തിട്ട് ഒരാൾ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മുടക്കിയ പൈസ കൃത്യമായി തിരിച്ചു കിട്ടുകയും ഈ സിനിമ ആളുകളിലോട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം അതാണ്, ഈ സിനിമ ആളുകളിലോട്ട് എത്തണം. എത്തണം എന്നുള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ധന്യരായി. മാത്രമല്ല എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്ഥിരം കുറ്റം പറച്ചിലാണ്. എല്ലാം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നു, അല്ല അടിക്ക് അടി, തമാശയ്ക്ക് തമാശ, വളരെ മോശമായിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞു വരുന്നതിനിടയിൽ വളരെ വ്യത്യസ്തമായിട്ട് ആൾക്കാർ ലവ് ചെയ്യുന്ന ഡിവോഷണൽ റിലീജിയസ് ആ ഒരു ആംഗിളിൽ നല്ലൊരു സ്റ്റോറി പറയുന്ന നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമ, അതാണ് ശരിക്കും പറഞ്ഞാൽ 3-ാം നൊമ്പരം. അപ്പൊ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് കാണേണ്ട ആൾക്കാർ, അതിനോട് താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണണം. കാരണം അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എത്രയോ വർഷമായിട്ട് ഞാൻ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒരു റിലീജിയസ് നല്ലൊരു ഫിലിം ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ബൈബിളിനെ ബേസ് ചെയ്തോ ബിബ്ലിക്കൽ സ്റ്റോറീസിനെ ബേസ് ചെയ്തോ ഇതുവരെ ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അത്രയും നല്ലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാമ്പുണ്ടാവും, ആ സിനിമ നന്നായിരിക്കും എന്നൊരു തോന്നൽ കൊടുക്കലാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും
എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഒരു വിഭാഗം ക്രിസ്ത്യൻസും മാത്രമല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചും പറയണം. എല്ലാം ഒരു ഞങ്ങൾ കുറച്ച് 4-5 ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ സീരിയലിലെങ്കിലും അറിയപ്പെടുന്നത്. അങ്ങനെയൊന്നല്ല, ശരിക്കും സാജൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇല്ല. എന്നെ വിളിച്ചത് അതുപോലെ തന്നെ ക്രിസ്ത്യനെ വിളിച്ചത്, ദേവയെ വിളിച്ചത്, ഇതുപോലെ എന്റെ കാര്യം ഇപ്പം ഇങ്ങനെ മാതാവായിട്ടൊരു ക്യാരക്ടർ പുതിയ ന്യൂ ഫേസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത്. ചേട്ടനോട് ചോദിച്ചാൽ ആരെങ്കിലും റെഫറൻസ്, ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഒന്ന് റെഫറൻസ് തരുമോ? അപ്പൊ എടുത്തിട്ട് കൊടുത്ത എന്റെ ഫോട്ടോസും വേറെ പല. എന്തുകൊണ്ട് ഇങ്ങനെ മേരി മാത എന്ന് പറയുമ്പോൾ ചേട്ടന്റെ മൈൻഡിൽ വന്നു? ധന്യ ചേച്ചി അങ്ങനെ വന്നു? ആ നിഷ്കളങ്കമായ മുഖം കാരണമാണ്? അല്ല ഞാൻ ശരിക്കും ധന്യമായിട്ടൊന്നും ഒരല്പം പോലും സൗഹൃദം ആ സമയത്തൊന്നും ഇല്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ജോണുമായിട്ടാണ് സൗഹൃദം കൊണ്ട്, ധന്യമായിട്ട് എനിക്ക് അങ്ങനെ സൗഹൃദമേ ഇല്ല. പക്ഷെ എന്തോ ഈ പറയുന്ന ഒരു 3-4 റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ ഇങ്ങനെ ആലോചിക്കുകയും സെർച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരുപാട് കാസ്റ്റിങ്ങിന് ഇതുപോലെ തന്നെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ എന്നോട് വിളിച്ച് സംസാരിക്കാറുള്ളപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അതിന് പറ്റിയ ഒരാളാരാണെന്ന് ആലോചിക്കും. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് സംഭവിച്ചു പോയതാണ്. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം പറഞ്ഞുതരാം. കാരണം എന്നെ പുരോഹിതനായിട്ട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ വേറെ പുരോഹിതനെ വിളിച്ച് ക്രിസ്ത്യനെ വിളിച്ചപ്പോൾ ക്രിസ്ത്യൻ ഒറിജിനൽ താടി, എനിക്ക് താടിയും മീശയും ഒന്നുമില്ല. എന്നെ വിളിച്ച് എന്നെ എങ്ങനെ ചിന്തിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ റോളിൽ വന്നു കഴിഞ്ഞപ്പോ ആ സൈഡിൽ കാണുന്നുണ്ടല്ലോ, എന്നെ കംപ്ലീറ്റ് മറച്ചു വെച്ച ഒരു താടി, ഞാനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഇനി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു വേണം ഞാനാണെന്ന് തെളിയിക്കാൻ. സംഭവിച്ചെന്ന് വെച്ചാൽ ദിനേശേട്ടന്റെ പൈസ കൊടുത്ത് വെറുതെ ആയി. ഇതിനകത്തില്ല, ഞാനാണത് പറയേണ്ടത്. പിന്നെ അതുപോലെ നമ്മള് ദിനേശ് ചേട്ടനെ ആള് സ്റ്റാർട്ടിങ് മുതൽ ആൾക്ക് ഒരേ ലുക്കാ, മിക്ക സിനിമകളിലും ഒരേ ലുക്കിലാണ് പോകുന്നത്. നമ്മളെ മലയാളികൾ കണ്ടിരിക്കുന്നത് സത്യം പരിശുദ്ധം അങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ തന്നെ ഈ പോസ്റ്റർ നമ്മൾ പ്രൊമോഷൻ വർക്കിൽ ഇടുമ്പോ തന്നെ ടോട്ടലി ഒരു വ്യത്യസ്തമായി. അപ്പൊ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ മേക്കപ്പും ആ കോസ്റ്റ്യൂം ഒക്കെ ഒരു ഫീൽ എങ്ങനെ? മേക്കപ്പ് കോസ്റ്റ്യൂമിൽ മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ അഭിനയം കാഴ്ചവെക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു നമ്മൾ പ്രകടിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആകട്ടെ, അല്ല ചില ആ ഒരു ക്യാരക്ടേഴ്സിൽ വരുന്ന വ്യത്യസ്തമായ ഭാവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എത്രത്തോളം നമ്മൾ വിജയപ്രദമാക്കുന്നു അവിടെയാണ് നമുക്ക് സക്സസ് വരുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ കോട്ടും സൂട്ടും ഇട്ടു, അല്ലെങ്കിൽ താടിയും മീശയും വെച്ചു, അതിൽ മാത്രം വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. ഡബിങ് സമയത്ത് നമ്മുടെ ഡയറക്ടർ സാറ് പറഞ്ഞു, എന്റെ കണ്ടാൽ ഞാനാണെന്ന് പറയില്ല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, ഞാനാണെന്ന് പറയുകയില്ല. പക്ഷെ അതേസമയം എനിക്ക് എന്റെ അഭിനയം കാഴ്ചവെക്കണമെങ്കിൽ 2 പണി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, എന്റെ കണ്ണ് വെച്ച് അഭിനയിക്കുക, കാരണം ബാക്കി എല്ലാം മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കണ്ണ് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് അഭിനയിച്ചു. രണ്ടാമത്തെ കാര്യം, എന്റെ വോയിസ് ഡബിങ് സമയത്ത് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ഒരു ഡബ് ചെയ്തു. ഇപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് എന്റെ ഒരു കഴിവ് അതിൽ കാണിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. ഇവർക്കാണ് മേജർ റോളുള്ളത്, ഇവരാണ് ഞങ്ങളുടെ സ്റ്റാർസ്. എന്നാൽ പോലും അതിനകത്ത് നമ്മളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബാംഗ്ലൂരുള്ള കുറേ മലയാളീസ് അഭിനയിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാർ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ടുണ്ട്. അതെ, യേശുദേവനായിട്ട് അഭിനയിക്കുന്ന ഒരു പുതിയ പയ്യന നല്ല മനോഹരമായിട്ട് വളരെ വളരെ സെറ്റിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയും അച്ഛനായിട്ട് അഭിനയിക്കുന്ന 2 ഗംഭീര ആർട്ടിസ്റ്റുകൾ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളെയും കൂടെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഡബിങ് ആക്ച്വലി ഞാൻ ദിനേശ് സാറിന്റെ ഒരു ഫാന്. വോയിസില് ഭയങ്കര നല്ല ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അന്നും ഇന്നും ഒരേ സെയിം വോയിസ്. എനിക്ക് തോന്നുന്നു സീരിയൽസിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ വേറെ ആളുടെ ഡബിങ്ങിന് ആവശ്യം കുറവാണ്. സാർ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ വോയിസ് മോഡുലേഷൻ, വോയിസിനൊപ്പം ശ്രദ്ധിക്കുന്ന ഒരാളാണോ? വോയിസിനെ ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഞാൻ നേരത്തെ വോയിസിന് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ വോയിസ് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് ശേഷം ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, തണുത്ത വെള്ളം കുടിക്കാറില്ല. അങ്ങനെ കുറെ നമ്മൾ സെൽഫ് കെയർ എന്ന് പറയില്ലേ, ഡെഡിക്കേഷൻ ഉണ്ട്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിക്കാറുണ്ട്. സാജൻ ചേട്ടനും ചേട്ടന്റെ ക്യാരക്ടേഴ്സ് കൂടുതലും ഡബിങ്
ഗീതാഗോവിന്ദത്തിലൊക്കെ ചേട്ടനല്ല ചെയ്ത? ഞാൻ എന്റെ ക്യാരക്ടർ ഞാൻ എന്റെ ജീവിതത്തിൽ ആരും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ധന്യ മാം അല്ല, എനിക്ക് വേറെ ഡബ് ചെയ്യാറ് ആഗ്രഹമുണ്ട് ഇങ്ങനെ സ്വന്തം വോയിസിൽ? ഉറപ്പായിട്ടും ഉണ്ട്. സാറ് പറഞ്ഞു എന്റെ സൗണ്ട് വേണ്ട പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? സാറ് പറഞ്ഞു കുറച്ചുകൂടെ നല്ല സ്വീറ്റ് ആയിട്ട് വോയിസ് ആയിട്ട് അത്രയ്ക്ക് ബോറാണെന്ന് സാറിന് പറയാൻ വയ്യ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് സാർ പറഞ്ഞല്ലേ? സാർ പറഞ്ഞു മുഖം മാത്രം മതി, ബാക്കി ഞാൻ നല്ല കൊച്ചിനെ വെച്ച്. എല്ലാ പോസ്റ്റേഴ്സിലും ഭയങ്കര ഒരു വിഷമത്തില് ഒരു ഒത്തന്റിസിറ്റി നമുക്ക് കാണാം, ആ ഒരു കൈൻഡ് ആയിട്ടുള്ള ലവ് ഫേസിൽ കാണാം. ഇറ്റ്സ് നോട്ട് ഈസി എല്ലാ ടൈമിലും അങ്ങനെ തന്നെയുടെ സ്വഭാവം വെച്ചിട്ട് ഒട്ടും ഈസി അല്ല. പക്ഷെ ഈ സെറ്റിൽ വരുന്നു, ആ ഒരു കോസ്റ്റ്യൂം ഇടുന്നു, ആ ഒരു ക്യാരക്ടറിലോട്ട് നമ്മള് ക്യാരക്ടർ സ്കിന്നിലോട്ട് കിടക്കുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ മേരിമാത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറാണ്, ബൈബിൾ വായിച്ചില്ലെങ്കിലും പലയിടത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേയുടെ ഷൂട്ടിനൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് നമ്മൾ ഇതിന് ആപ്റ്റ് ആവും എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ നമ്മളൊരു 100 വട്ടം ചോദിക്കും. നമുക്ക് ചെയ്യാൻ എടുത്തിയാടാൻ എളുപ്പമാണ്, ഓക്കെ ഞാൻ ചെയ്യാം, ഓക്കെ ചെയ്യാൻ അവിടെ വന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് നമുക്ക് ഫസ്റ്റ് സീൻ ചെയ്യാൻ പോകുമ്പോൾ ദൈവമേ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ട് അത് തുടങ്ങിയെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. കാരണം എനിക്ക് ആ ഫസ്റ്റ് സീൻ ചെയ്യണ മുന്നേ ദൈവം ഇത് ഞാനതിന് സ്യൂട്ട് ആവണേ എന്നുള്ളൊരു പ്രാർത്ഥന. നമ്മൾ ചെയ്യുന്നത് ആ മദർ ക്യാരക്ടറിനോട് 100% നമ്മൾ അതിനൊരു കൊടുത്ത് ചെയ്യാൻ പറ്റണം. ആര് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു മദർ മേരീനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച് എന്ന് പറയരുത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് തുടങ്ങിയത്. കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിന്നെ കാണാൻ പറ്റിയില്ല, ആ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. ഇനി ആ ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. ആ ഒരു സമാധാനത്തിലിരിക്കുന്നു. ബാക്കി പ്രശ്നം അതാണ്. കാരണം ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് കഥയെ അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല. എനിക്ക് അതിനകത്ത് ജോഷി സാറ് പറഞ്ഞു തന്നെ എന്താണ് അതിനെ ഡിറ്റോ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചുകൂടെ ധന്യ കുറെ പറഞ്ഞു തന്നു. ഷൂട്ടിനിടയ്ക്ക് എങ്ങനെ വേണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല, എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേട്ടൻ ഇത് ചെയ്യും, ഞാൻ പറയും ചേട്ടൻ ആ ഡ്രസ്സിൽ വന്ന് ചേട്ടൻ ചെയ്തു തുടങ്ങിയപ്പോ തന്നെ ചേട്ടൻ ആ ക്യാരക്ടറിന് കറക്റ്റ് നമ്മൾ ജോസഫിനെ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ടല്ലോ, അപ്പൊ ചേട്ടൻ അതിന് ആപ്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇത് മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചേട്ടൻ ഇതിന് ആപ്റ്റാണ്, ഇതൊക്കെ ഉള്ളൊരു ആപ്റ്റായിട്ടുള്ളൊരു ഫേസ് ഇല്ല ചേട്ടാ. ആ ഒരു ലുക്ക് എന്തുകൊണ്ടെന്നറിയാവോ, ഞാൻ തന്നെ എടുത്ത് പറഞ്ഞു ധന്യ കറക്റ്റ് അതൊരു പരസ്പര എനിക്ക് സത്യം പറഞ്ഞൊരു ഈ പടം എന്തായാലും വൻ വിജയമാകുമെന്ന് എനിക്ക് എന്റെ മനസ്സ് പറയും. അപ്പൊ വിജയമായി കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇതിന്റെ താരങ്ങളാണ്. താരങ്ങളായിട്ട് വരുമ്പോഴേക്ക് ഈ പറഞ്ഞ ജോസഫും മേരിയും ഇവർ രണ്ടുപേരെയും ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായം മൊത്തം എല്ലാവരും കൊണ്ട് നടക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ധന്യക്കൊന്നും ജീൻസ് ഇട്ടൊന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം അറിയുമോ, ഇവരെയൊക്കെ ഒറിജിനൽ ആ ക്യാരക്ടറായിട്ട് പിന്നെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പഴയ നമ്മുടെ കത്തനാരുടെയൊക്കെ സംഭവം ഓർമ്മയുണ്ടല്ലോ. കത്തനാരൊക്കെ ആയിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനെ ഇവരെ കുറെ നാള് ആ രൂപത്തിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്, ആരാധിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അതേപോലെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ആ ക്യാരക്ടറായിട്ട് ആളുകൾ മനസ്സിലേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഞാൻ ഒത്തിരി നെഗറ്റീവ് ക്യാരക്ടറും ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ പോസിറ്റീവായിട്ട് മാത്രമല്ല കുറെ. അപ്പൊ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുള്ള, അപ്പൊ എനിക്ക് അങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം പാവമായിട്ട് മാത്രം ഇരിക്കണം എന്നില്ല, ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ആളുകൾ എന്നെ ഇതൊരു നന്നായിട്ട് ആ മാതാവിനെ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറയാനേ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ മനുഷ്യരാണ്, നമ്മളത് ആ ഒരു ദിനേശ് ചേട്ടന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു, ദിനേശ് ചേട്ടാ മൊത്തത്തില് ലുക്കൊക്കെ ഭയങ്കര ചേഞ്ച് ആണ്, ഇതുവരെ ഇല്ലാത്തൊരു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സുഖമായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ബാംഗ്ലൂർ പോയി ഇറങ്ങി. ഞാൻ വിചാരിക്കും പുരോഹിതൻ, അപ്പൊ എനിക്ക് ആ താടിയും വിഷയൊന്നും ഇല്ലാത്ത ഞാൻ അതിനെ ചിന്തിച്ചത് പോലും. പിന്നെയാണ് ഡയറക്ടർ സാർ പറയുന്നത് വലിയൊരു താടി വന്നപ്പോ ഇത്രയും വലിയ താടിയാണത്. അപ്പൊ ആ താടിയെല്ലാം വെച്ച് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ആദ്യം സാജൻ പറഞ്ഞ പോലെ മീശ വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം മാത്രം തന്നു കഴിഞ്ഞപ്പോഴേക്കും
ശരിക്കും പറഞ്ഞ ടെററിസ്റ്റ് ലുക്കായിരുന്നു. സത്യം. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് റിലീസ് ചെയ്യണം നമുക്ക്. ഇങ്ങനത്തെ പുരോഹിതനുണ്ടോ പിന്നെ നോക്കിയപ്പോഴാണ് ഇത് കഷ്ണം കൂടെ കൊണ്ടുവന്ന് മീശ അപ്പൊ ആള് മാറി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുഖത്ത് കുറച്ച് ദൈവികതയൊക്കെ വന്നു, സംഗതി ഓക്കെ. ഇതെല്ലാം നെറ്റിയെല്ലാം കവർ ചെയ്ത ആ ഒരു കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സിനിമയാണ്. ഞാനത് പറയാൻ പറയുന്നത് കാരണം നമുക്ക് ഇങ്ങനത്തെ പീരിയോഡിക് സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ്. അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സാറിന്. ഡയറക്ടർ സാർ എല്ലാ സാറ് തന്നെയാണ്. ഞാൻ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ എല്ലാം ഒന്ന് കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാന്, കോസ്റ്റ്യൂമർ പോട്ടെ, കോസ്റ്റ്യൂം അസിസ്റ്റന്റ്, കോസ്റ്റ്യൂം അസിസ്റ്റന്റ്, മേക്കപ്പ് അസിസ്റ്റന്റ്, ഡയറക്ടർ അസിസ്റ്റന്റ്, അസോസിയേറ്റ്, ഫസ്റ്റ് അസിസ്റ്റന്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്, തേർഡ് അസിസ്റ്റന്റ്. പലപ്പോഴും ഞങ്ങളുടെ ഡ്രൈവർ സാറ് തന്നെയാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നത്. ആ റോള് മാത്രം വേണ്ടെന്ന് പറഞ്ഞു. കാരണം സാർ നല്ല സ്പീഡിൽ വണ്ടി പിന്നെ നമുക്ക് ഇപ്പൊ ഈ കുറെ നമുക്ക് കോസ്റ്റ്യൂം ഇടുന്ന കാരണം തന്നെ നമുക്ക് തുടക്കത്തിൽ നമുക്ക് തോന്നും ഇങ്ങനെ ഇതും എനിക്ക് സ്യൂട്ട് ആവും, മാച്ച് ആവുന്ന. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം. ഒരു കൺഫ്യൂഷൻ പെർഫെക്റ്റ്. അത് നമ്മള് ആ കോസ്റ്റ്യൂം ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ ആയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് കുറച്ച് പടങ്ങൾ മാത്രം എടുത്ത് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. അല്ല ഈ കുറെ ഫോട്ടോസ് ഇങ്ങനെയാണ് പിതാവ് ഇങ്ങനെയാണെന്നുള്ള കുറച്ച് ഫോട്ടോസ്. എനിക്ക് ആ കോസ്റ്റ്യൂം ഇട്ടപ്പോൾ എന്റെ പക്ക കോൺഫിഡൻസ് കയറി. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ ഞങ്ങൾക്ക് ഒരു സംശയമേ ഇല്ല. പിന്നെ നമുക്ക് നമ്മൾ ഹെയർ കാണുന്നുണ്ട്. അത് ഹെയർ മാത്രം ചെറിയൊരു ഹെയർ മാത്രമേ വെച്ചുള്ളൂ, ഒരു എക്സ്റ്റൻഷൻ മാത്രമേ വെച്ചുള്ളൂ. ബാക്കി തലയിൽ കെട്ടുള്ളതുകൊണ്ട് വേറെ എക്സ്റ്റൻഷൻ ഒന്നും. ഞാൻ പറയാം അങ്ങനെ ഒരു മേക്കപ്പ് മാൻ ഇല്ല ഈ സിനിമയിൽ. മേക്കപ്പ് മാൻ ഇല്ല. ആകെപ്പാട് ദിനേശ് ചേട്ടൻ ആ താടി വെച്ച് എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ മേക്കപ്പ് ഫുള്ള് സാറ് തന്നെയാണ്, വേറൊന്നും ചെയ്തിട്ടില്ല. സാറിന് മൊത്തം പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബിഗ് ബഡ്ജറ്റ് പടമല്ല. ഇതൊരു വളരെ ഒരു സീറോ ബഡ്ജറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെറിയൊരു പടമാണ്. അപ്പൊ അതിനകത്ത് എല്ലാത്തിനും ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷനിൽ നിന്ന് മേക്കപ്പ് ഉൾപ്പെടെ കാണാവുന്ന ഞാൻ പറയാം. ഈ ലിമിറ്റേഷനകത്ത് സാർ പലരെയും ട്രൈ ചെയ്തു, സാറിന് സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. മാത്രമല്ല ഇതിനകത്ത് ലൊക്കേഷൻസ് തപ്പിയെടുക്കുന്ന കാര്യത്തിൽ സാറിനെ നമിച്ചിരിക്കുന്നു. കാരണം എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത നമ്മുടെ ആ ഒരു സ്റ്റുഡിയോയിൽ പോയില്ലേ, ആ സ്റ്റുഡിയോയിൽ ചെന്ന് ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് നമ്മുടെ മനസ്സിൽ കാണുന്ന ആ കൊട്ടാരവും വിഷ്വലും എല്ലാം തന്നെ സാറോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് അദ്ദേഹം അവിടെ കണ്ടുവച്ചു എന്നുള്ളതാണ്. ബാംഗ്ലൂർ പോയി ഷൂട്ട് ചെയ്തു. ഇത് ബാംഗ്ലൂരാണ് ഒന്ന് മൈസൂർ, നമ്മുടെ മരിയാപുരം അവിടെ ചെയ്തിട്ടുണ്ട്. മരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കുറെ ചെയ്തേക്കണം. അവിടെ സ്ഥലം ഉണ്ടെന്ന് സാറ് ട്രാവൽ ചെയ്ത് സാറ് കണ്ടുപിടിച്ച ഈ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നാടകം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹം എനിക്ക് ശില്പങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളെല്ലാം ഓർമ്മയിൽ വന്ന് അദ്ദേഹം അവിടെ പോയി ഷൂട്ട് ചെയ്തു. ഇതില് നമ്മൾ ഈ മൂവി കാണുമ്പോൾ നമ്മൾ പലതും ഇസ്രായേലിൽ ചെയ്തെന്ന് തന്നെയാണ് മൂവിക്കകത്ത്. പക്ഷെ പലതും അത് കണ്ടു കഴിഞ്ഞാൽ സാർ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഈ ബാംഗ്ലൂർ, കർണാടക, പിന്നെ കുറച്ച് രാജസ്ഥാനിലൊക്കെ പോയി ആ ഒരു മരുഭൂമി കുറച്ചൊക്കെ സാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ എല്ലാം ഇവിടെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത മരുഭൂമി അങ്ങനെ ഒന്നും വലുതായിട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത ഒരു കുഞ്ഞു പടമായിട്ട് കൺസിഡർ ചെയ്താൽ ഇതൊക്കെയാണ്. സാറിന്റെ എല്ലാം സാറിന്റെ വിഷനിലാണല്ലോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നോട് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചില്ലേ, അതായത് എന്തെങ്കിലും ഒരു നൊമ്പരം മനസ്സിൽ കിടപ്പുണ്ടോ എന്നുള്ളത്. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പിന്നീട് പറയണമെന്ന് വെച്ച് മറന്നുപോയത്. എന്റെ മനസ്സിലൊരു നൊമ്പരം ബാക്കി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡയറക്ടർ സാറ് അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു, അദ്ദേഹം തുടക്കത്തിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇസ്രായേലിലായിരുന്നു. അപ്പൊ ഇസ്രായേലിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ബാംഗ്ലൂരിൽ നിന്നല്ല പോയിരുന്നു, ഞങ്ങൾ ഇസ്രായേലിൽ പോകാൻ ഭാഗ്യം കിട്ടിയായിരുന്നു. ആ ഒരു സംഭവം നടന്നില്ലാത്തൊരു നൊമ്പരം. എന്തായാലും നമുക്ക് സക്സസ് സെലിബ്രേഷൻ നമുക്ക് ഇസ്രായേലിൽ നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോകാം. നിങ്ങൾ മടുത്തിരിക്കുകയാണ്, കുറെ ഇന്റർവ്യൂസ് കൊടുത്തത്, അപ്പൊ കുറച്ച് എനർജി ആക്കിയിട്ട് ഫാസ്റ്റ് ആൻസേഴ്സ്. ഓക്കെ, സ്വയം ക്രിഞ്ചായിട്ട് തോന്നി നിങ്ങളുടെ ഒരു ആക്ട് പിന്നെ സാർ പറ. അതിപ്പോ കാണുമ്പോ കുറച്ച് ക്രിഞ്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പണ്ടത്തെ സാറിന്റെ ഫിലിം? അത് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ എല്ലാം ക്രിഞ്ച് ചെയ്തായിരുന്നു. ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇത് കാണുമ്പോ ഈശ്വരൻ ഞാൻ തന്നെയാണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? അല്ല, കുറെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞ ചിലപ്പോ നമ്മൾ ചെയ്യത്തില്ല. അതന്നെ പറഞ്ഞത്, ഒന്നല്ല ഇഷ്ടംപോലെ കുറെ ഉണ്ട്. ഞാൻ ചെയ്തെല്ലാം
എന്നാലും ഒരു ഇതായാലും ആലോചിക്കുന്ന സമയത്ത് അല്ല അങ്ങനെ ക്രിഞ്ച് ക്രിഞ്ചല്ല നമുക്ക് കാണുമ്പോ ഇപ്പം നന്നാക്കാമായിരുന്നു എന്നാണ്. ഞാനിപ്പോ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ബംഗ്ലാവ് ലോകം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് കുറെ കൂടെ നന്നാക്കാനും തോന്നി അല്ലേ? തോന്നിയിരുന്നു. തോന്നിയിട്ടുണ്ട്. ലിസ്റ്റ് കുറെ ഉണ്ട്. സിനിമകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതില് എന്തെങ്കിലും റിഗ്രറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇത് കുറച്ചൊരു അങ്ങനെ തോന്നിയത്? അങ്ങനെ തോന്നിയ കുറച്ച് പടങ്ങളുണ്ട്. ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കിപ്പം 3 ചാസോബീസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു കുറച്ച് ക്രിഞ്ചായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ സമയത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? കുറച്ച് ആക്ട് ചെയ്യുമ്പോഴല്ല, അതുപോലെ കുറെ ഇപ്പൊ ഇത് മാത്രമല്ല. അയ്യോ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് ചിലപ്പോ തോന്നും. ഞാൻ പണ്ട് കുറെ ആൽബം ചെയ്തിട്ടുണ്ട്. ആൽബംസ് ഇപ്പൊ കാണുമ്പോ ഈശ്വര പണ്ടത്തെ ആൽബത്തില് മെയിൻ സ്റ്റാർ ആണ്. ഞാൻ പക്ഷെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തേക്ക് താമസം മാറിയാലോ ഒരു ആൽബം ചെയ്തിട്ടുള്ള ആരിൽ ആരാൾ എന്ന് പറഞ്ഞൊരു സോങ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമ്മളൊക്കെ നല്ലത് ചെയ്തു. ഇല്ല അങ്ങനെയല്ല, കുറിച്ച് കുറെ ചെയ്ത ആളാണ്. കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഇഷ്ടംപോലെ എണ്ണം കിടപ്പുണ്ടാവും. നമ്മളെ പഴയ പരസ്യത്തിലൊക്കെ കണ്ട ആരും ഞാൻ ചിലപ്പോ ആലോചിക്കട്ടെ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് സിനിമയിലേക്ക് വരുമ്പോ അതിന് മുന്നേ കുറെ ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എവിടെ സിനിമയിലെ ഇന്റർവ്യൂവിനൊക്കെ പോയിക്കുമ്പോ അപ്പൊ ഈ ഫോണിങ് പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ ഫോൺ ചെയ്തിട്ട് മറ്റേ കിരൺ TV-യിൽ ഉണ്ടായിരുന്നു. ഫോൺ ചെയ്ത് വിളിച്ചിട്ട് എന്നെ വിശേഷം ചോദിക്കണല്ലോ. അപ്പൊ എന്നെ ഇതുപോലെ ഒരു ഫോണിങ് പ്രോഗ്രാമിൽ ഒരു മൂവിയുടെ ഇതുപോലെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ചേച്ചിയുടെ മറ്റേ അഡ്വർടൈസ്മെന്റ് ഞാൻ കാണാറുണ്ട് കേട്ടോ. എന്നെ ഓർമ്മിപ്പിക്കില്ലേ? അങ്ങനെ തോന്നാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മേക്കപ്പും കോസ്റ്റ്യൂമും കിട്ടുവാനായിട്ട് സെറ്റില് സമയം എടുക്കുന്ന ആള്? ഫാസ്റ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ഈ സിനിമയിൽ ആരും ഇല്ല. ഈ സിനിമയിൽ അങ്ങ് സമയം തന്നിട്ടില്ല ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇടുന്നത് ദിനേശ് ചേട്ടനാണ്. ഞങ്ങളാരും മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആരും മേക്കപ്പ് ഇല്ല. രാവിലെ മേക്കപ്പ് ഇട്ടിട്ടില്ല. ദിനേശ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ തന്നെ ഈ താടി എടുക്കാതെ പറ്റില്ലല്ലോ. വലിയ പാടായിരുന്നു. താടി വെച്ച് ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങളിത് അന്തസ്സായിട്ടിരുന്ന് കഴിക്കുമ്പോ പാവം താടി വെച്ചിരിക്കും. ഈ താടി വെച്ചിരുന്ന ഞാൻ കഴിച്ചത് എങ്ങനെയാണെന്ന് ഈ താടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്. ദിനേശ് ചേട്ടൻ ഇങ്ങനെ കഴിച്ചതിന് ശേഷമാണ് ക്രിസ്ത്യാനിന്റെ അടുത്ത് പോലും ചോദിച്ചത് നിങ്ങൾ എങ്ങനെ തോന്നിട്ടുണ്ട്. ഈ സിനിമയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ക്യാരക്ടർ അല്ലാതെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ? എനിക്ക് ഇഷ്ടപ്പെട്ടത് മേരി മാത. സന്തോഷം. ഇനി മേരി മാത പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ജോസഫിനെ ഇഷ്ടപ്പെട്ടു. ഞാനല്ലാതെ ഇങ്ങോട്ട് പാസ് ചെയ്തല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് ജോസഫ് ചേട്ടനാണ്. മേരി മാതാന് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കുമ്പോ ആ ഒരു കോസ്റ്റ്യൂമില് വന്ന് നിൽക്കുമ്പോ ഭയങ്കര രസമാണ്, ഭംഗിയുണ്ടല്ലേ? ദൈവമേനെ അനുസരിച്ചുള്ള കറക്റ്റ് വിഷാദവും എല്ലാം മുഖത്ത് എപ്പോഴും പോസ്റ്റിൽ തന്നെ വിസിബിൾ ആണ്. അതിനകത്തൊരു ബ്ലൂ കോസ്റ്റ്യൂം ഉണ്ട് അല്ലേ? ബ്ലൂ അല്ലേ? എന്ത് രസമാണെന്നറിയാം ആ കോസ്റ്റ്യൂം. അത് പോസ്റ്ററിൽ ഔട്ട് ചെയ്തിട്ട് ഇല്ല, ബ്ലൂ വന്നിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ. സെലിബ്രിറ്റി ക്രഷ് നമുക്ക് ഇഷ്ടം പോലെ പേരോട് തോന്നിയിട്ടുണ്ട് ആയ കാലത്ത് ഒക്കെ പറഞ്ഞ വീട്ടിൽ ഇതൊക്കെ നാളെ എന്റെ ഭാര്യ കാണും. ഞങ്ങള് അപ്പൊ നമുക്ക് സേഫ് ആൻസർ. ഷാരൂഖ് ഖാൻ. അല്ല, ഞാൻ പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പേര് മാറ്റി പറയാൻ പറ്റില്ല. ആ പടം ഒന്നേ സമ്മതിച്ചുള്ളൂ, ഷാരൂഖ് ഖാൻ. എനിക്ക് രണ്ടുപേര്, ഒന്ന് ആമിർ ഖാനും ഒന്ന് മോഹൻലാൽ. ചേട്ടാ ആക്ട്രസിന് പറ. ആക്ട്രസ് അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനെ ക്രഷ് തോന്നിയിട്ടില്ല. കണ്ട വീട്ടിൽ പോകാനുള്ള വീട്ടിൽ പോയി വീട്ടിൽ ചോദിച്ച ഇങ്ങനെയല്ല പറയണത്. അത് ആക്ട്രസ് എന്നേ പറയണ്ട. റോഡിൽ കൂടെ ആര് പോയാലും ക്രഷാണെന്ന് പറയും. പ്രശ്നം കഴിഞ്ഞല്ലോ. അടുത്തത് നിങ്ങളുടെ ഈ സിനിമയിലെ ഒരു ഡയലോഗ്. ഞങ്ങളുടെ ഓൺ ഡയലോഗ് ആരെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് മറ്റേ എന്റെ ദേവ പറയുന്ന ഡയലോഗ് ഉണ്ട്. നോക്ക് ഭയങ്കര ഡിസ്കഷൻ. സാജൻ എന്നെ കളിയാക്കി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദേവ പറയുന്നത്. ഇയാൾ ഇത്ര ബുദ്ധിഹീനായി പോയല്ലോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ആയി പോയോ എന്ന്. അത് ശരിക്കും ഒരു മഹാരാജാവ് എന്റെ അടുത്ത് പറയുന്ന ഡയലോഗാണ്. ധന്യവാദം. പിതാവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്താണോ, എനിക്കത് കൃത്യമായിട്ട് പിതാവേന്നാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അമ്മ, പിതാവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ ദൈവപുത്രന്റെ മാതാവാൻ പോകുന്നു.
ഭയങ്കര സൈലന്റ് അല്ലേ അതെ അത്രയും വരണ്ടേ എക്സ്പ്രഷൻ ഇത് വരണ്ടേ ഇങ്ങനെയല്ല, ഞാൻ കുറച്ച് ഞാൻ ചെയ്തില്ല ആ കറക്റ്റ് ഡയലോഗ് ഞാൻ ഇത്രക്ക് സീരിയസ് ഒക്കെ എടുക്കണ്ട കേട്ടോ. കാല് ക്യാരക്ടറിട്ട് പോയില്ലേ സഞ്ജന. എനിക്ക് എക്സാക്ട് ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം തെറ്റിദ്ധരിച്ച് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ മാതാവിനോട് മറിയത്തിനോട് പറയുന്ന ഡയലോഗ്, ഓക്കെ ഓക്കെ, ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധയായ സ്ത്രീ നീയാണെന്ന് പറയുന്ന ഒരു ഡയലോഗ്. അതാണ് ഇപ്പൊ ഓർമ്മ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ്. അല്ല ഞങ്ങളുടെ ഡയറക്ടർ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ചിലതൊക്കെ ഉണ്ടല്ലോ വളരെ നല്ല രസകരമായ. അതെ ഞാൻ പറയും, ഇതിനകത്ത് ഡയലോഗ്സ് കുറവാണ്. സിനിമയിൽ ഡയലോഗ്സ് കാച്ചി കുറുക്കിയുള്ള ഡയലോഗ്സ് മാത്രമേ, അനാവശ്യമായ ഒരു മുക്കലും മൂളലും പോലും ഇല്ല. ബാക്കി മൊത്തം ഇമോഷൻസും ആ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ്. ഞങ്ങള് ഡയലോഗ് ഡെലിവറിക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഡയലോഗ് അതിലല്ല, അതിന്റെ ഇമോഷൻസിലൂടെ പോകുന്നോണ്ടേ പെട്ടെന്നൊരു ഡയലോഗ് വെച്ചപ്പോൾ ഞങ്ങൾ അതിനകത്ത് ജീവിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതൊന്നും ഓർമ്മയിലില്ല. പിന്നെ ഇതാ ചെറിയൊരു നമ്മൾ പറഞ്ഞ ആ ഒരു സീനിന്റെ ഒരു ചെറിയ ഒരു ഇത് മാത്രം. പക്ഷെ അത് ഞാൻ എന്റെ രീതിയിലാണ് പറഞ്ഞത്, അതല്ല ശരിക്കും സീനിൽ അതല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ഞങ്ങള് ഒരുമിച്ച് കോമ്പിനേഷനിൽ ഒറ്റ റീടേക്ക് പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെല്ലാം വളരെ കുറവായിരുന്നു. റീടേക്സ് ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കുടം എടുത്തോണ്ട് പോകുന്ന ഒരു സാധനം ചേട്ടൻ കയറി വരുമ്പോ അത്, പക്ഷെ അത് മാറ്റി പിന്നെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റീടേക്സ് പോയിട്ടുണ്ട്. റീടേക്സിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് എല്ലാം എന്തേലും പോയിട്ടുണ്ട്. അതായത് ഞാൻ ഒരു സോങ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ കാലത്ത് ഇങ്ങനെ ഒരു കമ്പില് രണ്ടു വശത്തും ഇങ്ങനെ എന്ത് പറയാ, ഇങ്ങനെ ഒരു നമ്മൾ ഈ ഇടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു അതുപോലെ രണ്ടു വശത്തും ഒരു പാത്രമല്ല, ഈ തടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ലെങ്തിലുള്ള ഒരു സംഭവം വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോയി ഇതിങ്ങനെ വെക്കണം. അപ്പൊ അവിടെ ഇരിക്കണം. ഇത് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മൾ ഉണ്ടാക്കി തൽക്കാലം തട്ടിക്കൂട്ടിയ പ്രോപ്പർട്ടി. ഇത് എന്ത് ചെയ്ത് അവിടെ ഇരിക്കില്ല. ഞാനിത് എടുത്തുകൊണ്ട് വന്ന് ഒരു പ്രാവശ്യം വെച്ചപ്പോ കൃത്യമായിട്ട് അതിരുന്നു. അപ്പൊ അതെല്ലാവരും ക്ലാപ്സ് ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇത് ഓക്കെ ആയെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു തുടങ്ങി. അതെന്തോ പ്രശ്നം കൊണ്ട് റീടേക്ക് പോകേണ്ടി വന്നു. അതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്തോ കൊണ്ട് വന്നു. പിന്നെ അത് നോക്കിയിട്ട് ആ സീനിൽ അത് ഇരുന്നില്ല. അത് നമ്മൾ പിന്നെ അത് അങ്ങനെ അത് പിന്നെ മാറ്റി എന്ന് വെച്ചാൽ അത് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കുറെ പ്രാവശ്യം അത് അതായത് തന്നെ ഡയലോഗ് പറയാത്തോണ്ടല്ല, അല്ലല്ല സാർ അതെന്താന്നോ, ആ പ്രോപ്പർട്ടി ഇരുന്നിൽ മാത്രം നമ്മൾ ഫസ്റ്റ് അത് കിട്ടിയല്ലോ, പിന്നെ അത് കൊണ്ടുപോയിട്ട് ഇരിക്കുന്നത് മാത്രമല്ല. ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞാനത് തൂക്കി പിടിക്കുന്നത് ഡയലോഗ് പറഞ്ഞില്ലേ കുഴപ്പമില്ലായിരുന്നു. ഇത് അത്ര വെയിറ്റ് ഉണ്ട് രണ്ട് വെച്ച് നിങ്ങളുടെ ഇത് ബാലൻസ് ചെയ്ത് ഞാൻ റീടേക്ക് എന്ന് പറയുമ്പോൾ എന്റെ ഷോൾഡറിൽ വെച്ചിട്ട് തിരിച്ചു കൊണ്ട് വെക്കണം. പിന്നെ വരും ഈ റീടേക്ക് അധികം എടുക്കാത്തതിന്റെ കാരണം കൂടി ഉണ്ട്. ആദ്യത്തെ 2-3 പ്രാവശ്യം കണ്ട് റീടേക്ക് ഒക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡയറക്ടർ സാറിന് മനസ്സിലായി റീടേക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ തന്നെ വരുള്ളൂ. ഇമോഷൻ സീൻസ് കുറെ ഉണ്ട്. കാരണം ഡയലോഗ് ഡെലിവറിക്കാളും കൂടുതൽ ഇമോഷൻസ് ആണ്. ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന കൂടുതൽ വന്നിട്ടുണ്ടോ? ഗ്ലിസറിൻ അത് അത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ എനിക്കിങ്ങനെ കരഞ്ഞ് ഒന്ന് നനയേ ഉള്ളൂ. നനഞ്ഞിട്ട് ഒഴുകത്തൊന്നുമില്ല. വിഷമം വരുമ്പോ ആ നനഞ്ഞു നിക്കത്തേ ഉള്ളൂ. അപ്പം അത് ഒഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഗ്ലിസറിൻ അപ്ലൈ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവ് മതിയെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ സ്ക്രിപ്റ്റ് ഫസ്റ്റ് കേട്ടപ്പോ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? ഇവര് കേട്ടത് വരേ ഉള്ളൂ. അതെ എനിക്കൊന്നാമത്തെ കാര്യം അറിയോ, എനിക്കിത് സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇതിന്റെ ഒറിജിനൽ കഥ അറിയണം. എനിക്കത് അറിയില്ല. ഞാൻ ഇത് മൊത്തം വായിച്ചതിന് ശേഷം ഇതിങ്ങനെയൊക്കെ സംഭവം ശരിയാണോ എന്ന് തന്നെ ആദ്യം ചോദിച്ചു. സാറ് ബ്രീഫ് ചെയ്ത് തന്നു കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആണോ എന്താണ് ഇതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ചോദിച്ചത് ധന്യ അടുത്താണ്. ധന്യ പറഞ്ഞിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധന്യ പറഞ്ഞു ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു അല്ലാത്തൊരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പൊലിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഉള്ളതിനെ സാറിങ്ങനെ പൊലിപ്പിച്ച് ആ കഥയെ കുറച്ച് ആഴത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു കഥ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഇമോഷൻ ഉണ്ടായി. ഇതില് എനിക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റോറിയാണല്ലോ. അപ്പൊ സാർ അതിനെ വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട്, ഇപ്പൊ ബൈബിളില് വലിയൊരു ബുക്കാണ്, അതിനകത്ത് ഒത്തിരി ബുക്സ് ചേരുന്നതാണ് ബൈബിൾ. അപ്പം അതിനകത്ത് എത്രയോ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു ചെറിയ പോർഷനാണ് സാർ എടുത്തിരിക്കുന്നത്. അതിനൊരു സിനിമയാക്കിയിരിക്കുകയാണ്, ഒരു ട്രാവലിനെ. അപ്പൊ അതിൽ എനിക്ക് തോന്നി സാറിന് അത് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം സാർ ആ ഒരു പോർഷൻ ആ ഒരു
പശ്ചാത്തലം മാത്രം എടുത്തിട്ട് സാറിന് അതിനൊരു മൂവി ഇപ്പം ഞാൻ ആലോചിച്ചു ഇത് ഇത്രയും ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള സമയം ഇതിൽ കിട്ടും. പക്ഷെ സാറ് ബ്രില്യൻ്റ് ആയിട്ട് അതിനകത്ത് കുറേ കാര്യം അത് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ പോർഷൻ അതിനെ ഒരു ഒന്നര സിനിമയുടെ ഔട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല എത്ര അടിപൊളിയാണെന്ന്. അതെ സാർ അങ്ങനെ കൊണ്ടുവന്നത് സ്റ്റോറി ടെല്ലിംഗ് രസമാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ്. എന്തായാലും മൂവി സാർ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ല ഹിറ്റ് ആവട്ടെ. കാരണം പോസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര പ്രോമിസിങ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇത് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയി. കാരണം പ്രത്യേകിച്ച് ചേട്ടനൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടില്ല. തുടക്കം തന്നെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ പിതാവായിട്ട് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ എന്തായാലും മൂവിയൊക്കെ അടിപൊളിയാവട്ടെ. സോ ഓഡിയൻസിനായിട്ട് സെപ്റ്റംബർ 26 പടം റിലീസാവാണ്. സോ ഓഡിയൻസിനടുത്ത് പറയാനുള്ളത് സെപ്റ്റംബർ 26 പടം റിലീസാവുകയാണ്. ഞങ്ങളുടെ ഓണം കഴിയും, എന്നാലും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്, ഞങ്ങളുടെയൊക്കെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്. ഞങ്ങൾ അത്രയും ആഗ്രഹത്തോടെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സിനിമ എന്നുള്ള രീതിയിലല്ലാതെ ഈ ക്രിസ്ത്യൻസ് അല്ലാത്ത ആൾക്കാർക്കും നിങ്ങൾക്ക് ഒരു സാധാരണ അച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരം ഈ സിനിമയിൽ ഏറ്റുവാങ്ങാൻ പറ്റും. ഈ സിനിമ കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ എപ്പോഴും ഇപ്പോഴത്തെ ഒരു വയലൻസ് സിനിമയൊക്കെ കണ്ടൊരു ഭാരം കഴിഞ്ഞിറങ്ങിപ്പോകുന്നത് പോലെയല്ല, നിങ്ങൾ ഏറ്റവും മനസ്സിന് ഒരു ദുഃഖം അനുഭവിച്ച് അതിൽ നിന്നൊരു വലിയ സന്തോഷത്തോടെ തിയേറ്റർ വിട്ടിറങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് ഞങ്ങൾ അഷ്വർ ചെയ്യും. ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ക്യാരക്ടർ അത് നമ്മൾ അത്രയും ഒരു നിങ്ങളിലേക്ക് ഈ ക്യാരക്ടർ അങ്ങ് തരുകയാണ്. ഇനി അവിടെ നിന്ന് റിപ്ലൈ വേണം. എല്ലാവർക്കും 3-ാം നൊമ്പരം ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.